നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കെല്ലാം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ തന്നെ വോട്ടർമാരെ കാണാൻ നേരിട്ടിറങ്ങുകയാണ്. അതേസമയം തന്നെയാണ് ഇവിടെ ചൂട് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാതെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം തന്നെ വോട്ടർമാരെ കാണുവാനായിട്ട് മണ്ഡലത്തിലേക്ക് നേരിട്ട് പ്രചാരണ പരിപാടികളെല്ലാം തന്നെ കൊഴുകൊഴുപ്പിക്കുന്നത്. അതിനിടയിൽ തന്നെ ഇപ്പോൾ ചില സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായിട്ടാണ് ഒരു ഹർജി വന്നിട്ടുള്ളത്. അതായത് സംസ്ഥാന നിയമസഭയിലെ MLA-മാരും രാജ്യസഭാ അംഗങ്ങളും തൽസ്ഥാനം രാജിവെക്കാതെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള KO ജോഡിയാണ് ഈ ഒരു ഹർജി നൽകിയിട്ടുള്ളത്. MLA-മാരായ K രാധാകൃഷ്ണൻ, KK ശൈലജ, ഷാഫി പറമ്പിൽ, M മുകേഷ്, V ജോയ് എന്നിവരും അതുപോലെ രാജ്യസഭാ അംഗങ്ങളായ KC വേണുഗോപാൽ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരും മത്സരിക്കുന്നത് ചോദ്യം ചെയ്താണ് ഹർജി. ഇവർ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടാണ് മത്സരിക്കുന്നതെന്നും തൽസ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. 15ാമത് കേരള നിയമസഭയിൽ CPIM പ്രതിനിധിയായി ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ ശ്രീ K രാധാകൃഷ്ണൻ നിലവിൽ ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ്. നിലവിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ശൈലജ നിലവിൽ 15ാം കേരള നിയമസഭയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ അംഗമാണ്. കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിയുമാണ്. നിലവിൽ വടകര മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഷാഫി പറമ്പിൽ നിലവിൽ 2011 മുതൽ പാലക്കാട് നിന്നുള്ള നിയമസഭാ അംഗവും 2020 മുതൽ 2023 വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. വടകരയിൽ നിന്നാണ് ഷാഫി ഇത്തവണ മത്സരിക്കുന്നത്. M മുകേഷ് 2016 തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ആറ്റിങ്ങലിൽ മണ്ഡലം പിടിച്ചെടുക്കാനാണ് CPM തങ്ങളുടെ ജില്ലാ സെക്രട്ടറി V ജോയിയെ തന്നെ മത്സരത്തിൽ ഇറക്കിയിരിക്കുന്നത്. നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് V ജോയ്. മുൻ കേന്ദ്രമന്ത്രിയും രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും മുൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവുമാണ് KC വേണുഗോപാൽ. നിലവിൽ ആലപ്പുഴയിൽ നിന്നാണ് KC ജനവിധി തേടുന്നത്. മോദി സർക്കാരിൽ വിവരസാങ്കേതിക മന്ത്രിയാണ് ചന്ദ്രശേഖർ. നേരത്തെ BJPയുടെ ദേശീയ വക്താവായിരുന്നു. ഇത്രയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനെതിരെയാണ്, മറ്റൊരു പദവി അവർക്കുണ്ട്, എന്നിട്ട് മത്സരിക്കുന്നതിനെതിരെയാണ് ഇന്ന് ഹർജി കോടതി തീരുമാനിക്കുന്നത്. അവസാന തീരുമാനവും കോടതിയുടേതാകും. പക്ഷെ എന്നിരുന്നാലും പ്രചാരണങ്ങളെല്ലാം തന്നെ യാതൊരു തരത്തിലും ഒന്നിനും കുറവ് വരാതെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കയറിയിറങ്ങി തന്നെ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം.